കുവൈറ്റിൽ അമേരിക്കൻ വിമാനം തകർത്തതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. മിസൈൽ പതിച്ചുകൊണ്ടാണ് തകർന്നത് എന്നുള്ളതാണ് ആദ്യത്തെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത്. കുവൈറ്റിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്ന് പറന്നു ഉയർന്ന ഉടനെ തന്നെ ഇതിനുമേൽ മിസൈൽ പതിക്കുകയായിരുന്നു. അതോടുകൂടി തകർന്നു വീണു എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ എത്രത്തോളം ആൾനാശമുണ്ട്, എന്തൊക്കെയാണ് സംഭവം നടന്നത്, ഏതൊക്കെ ഏരിയയിലാണ് ഇതിൻ്റെ തകർച്ചയുണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഏതെങ്കിലും രാജ്യങ്ങൾ നടത്തിയിട്ടുമില്ല. അമേരിക്കയുടേതാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം ഇന്നും ഇറാൻ തുടരുകയാണ്. അതോടുകൂടി തന്നെ യു എയുടെ എംബസി, ഇറാനിലുള്ള UAE എംബസി അടിച്ചതായിരിക്കുന്ന ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഈ ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട്, ബഹ്റൈൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും ആക്രമണം നടന്നിട്ടുണ്ട്. അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. 5ാം കപ്പൽപ്പട കേന്ദ്രം വീണ്ടും ആക്രമിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. US കേന്ദ്രം ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. അത് ഇപ്പോഴും തുടർന്ന് വരുന്നു എന്ന റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. അതിശക്തമായിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ഇറാഖിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും വലിയ ശക്തമായിരിക്കുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക രാജ്യം വിട്ടു പോകണം എന്നുള്ളതാണ്. അത് മുൻപ് തന്നെ ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രി സംയുക്തമായ രീതിയിൽ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്. അന്ന് ആദ്യമായ രീതിയിൽ ഇറാൻ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇറാനുമായിട്ട് പ്രശ്നമില്ല, ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, നിങ്ങൾ ഇവിടുന്ന് ആക്രമിക്കും, അവർ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കും, അപ്പോൾ കക്ഷിയല്ലാത്ത ഞങ്ങൾ കക്ഷികളാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും, ഞങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ രാജ്യം വിട്ടു പോകണം, ഇവിടുന്ന് ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഒന്നും അമേരിക്ക പെട്ടെന്ന് അംഗീകരിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ജനകീയപരമായ രീതിയിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഇറാഖിൻ്റെ അകത്ത് നടക്കുന്നു. അതിശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഈ വിഷയത്തിൽ വേണമെന്ന് അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടതല്ല. യുദ്ധമുഖത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ 10% മാത്രമേ പുറത്തു വരൂ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇസ്രായേലും അമേരിക്കയും. അവരോടൊപ്പം ചേർന്ന് ആര് യുദ്ധം ചെയ്യുകയാണെങ്കിലും അവർ ആർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അവർ ഞങ്ങളുടെ ശത്രുവായി കണ്ട് തന്നെ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അറേബ്യൻ രാജ്യങ്ങൾക്ക് വീണ്ടും ഇറാൻ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കലുഷിതമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് തൊടുത്തുവിട്ട മിസൈൽ ഏകദേശം 30-ലധികം എന്നുള്ളതാണ്. ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വിവരം എന്ന് പറഞ്ഞാൽ മുൻപ് ഉപയോഗിച്ചതിനേക്കാൾ കാഠിന്യമുള്ളതും ശക്തവുമായിരിക്കുന്ന മിസൈലാണ്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത് അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ അപ്പാടെ തകർത്തിരിക്കുന്നു, ഇനി അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പുറകെയാണ് 30 മിസൈൽ വിടുകയും ചെയ്തു. അതിൻ്റെ പുറമെ ഞങ്ങൾ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടും ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുറത്തു വരുന്നു. ഇതിനു മുമ്പ് ഇസ്രായേലും 12 ദിവസത്തെ യുദ്ധം കഴിഞ്ഞ വർഷം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ പറഞ്ഞത് അവരുടെ മിസൈലിൻ്റെ 70% തകർത്തിരിക്കുന്നു. ഇനി അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏകദേശം 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈൽ അയച്ചുകൊണ്ടാണ് അതിന് മറുപടി ഇറാൻ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ മിസൈൽ എന്ന് പറയുന്ന സമയത്ത് ആ മിസൈൽ തകർക്കുക എന്നുള്ളത് അശാസ്ത്രീയമായിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കേസാണ്. കാര്യം എന്ന് വെച്ചാൽ അത് നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏകദേശം 20-ലധികം ഫാക്ടറികൾ ഇറാനിൽ തന്നെ മിസൈൽ നിർമ്മിതമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാൻ എന്ന് പറയുന്നത് വിസ്തൃതമായിരിക്കുന്ന വലിയൊരു രാജ്യം, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമി പ്രദേശത്തുള്ള കുന്നിനും പർവ്വതത്തിനും ഇടയിലൊക്കെയാണ് കാര്യമായ രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ സൈനിക സംവിധാനങ്ങളും മിസൈലുകളും ഒരു കൂട്ടുകയും സംവിധാനിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു. ഒരു പ്രദേശത്തല്ല, 100-ലധികം പ്രദേശത്താണ്. അത് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഗസയുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ ഹമാസ് പറയപ്പെട്ട കാര്യം, അതായത് ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഘട്ടത്തിൽ അന്ന് ഇസ്മായിൽ അനിയ ഉണ്ട്. ഇസ്മായിൽ അനിയയുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു കരാർ രൂപമായ സമയത്ത് അത് ഖത്തറാണ് പറഞ്ഞത്. ഇസ്മായിൽ അനിയനോട് പറഞ്ഞ് അവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇത്ര ആളെ മോചിപ്പിക്കും, 30 ആളിട്ടാന്ന് തോന്നുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് ഇസ്മായിൽ അനിയ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ആളുകളെ, ഈ പറയപ്പെട്ട ആളുകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സമയം വേണം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ആളുകൾ വ്യത്യസ്തമായിരിക്കുന്ന ആളുകളുടെ കൈവശത്തിൽ വ്യത്യസ്ത മേഖലയിലാണ് അവർ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ ഒളിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു വിഭാഗത്തിൻ്റെ കയ്യിലോ ഒരു ഏരിയയിലോ അല്ല,
വ്യത്യസ്ത ഏരിയയിലും വ്യത്യസ്ത ഭാഗങ്ങളിലും വ്യത്യസ്ത രൂപത്തിലുമാണ്. അപ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയും പോക്കുവരവ് ഉണ്ടാവണമെങ്കിൽ റോഡൊക്കെ തകർന്നു പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിന് സമയമെടുക്കും. അങ്ങനെ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. അത് ഒടുവിൽ അവർ സമ്മതിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് സമാനമായ രീതിയിലാണ് ഇറാൻ. മാത്രമല്ല ഇറാനിൽ നിന്നാണ് ആ പകർപ്പ് അതിൻ്റെ കോപ്പിയൊക്കെ ഹമാസിന് കിട്ടിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഇറാന് എന്ന് പറയുന്ന രാജ്യം വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയും ഇസ്രായേലിനെയും പഠിച്ച രാജ്യമാണ്. പല രാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത് ഇറാൻ്റെ പ്രസിഡന്റ് ഒരിക്കൽ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പഠിച്ചു എന്ന് പറഞ്ഞാൽ 979 ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു. 80 അവിടെ ഇറാനിൻ്റെ ഭരണം അധികാരത്തിൽ വരും. 79 ലാസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കൃത്യമായിരിക്കുന്ന ശത്രു എന്ന് പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയുമാണ്. അവരെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവർ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ്, അവരുടെ പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യുന്നത്, എത്രത്തോളം സൈനികരുണ്ട്, എത്രത്തോളം ശക്തിയുണ്ട്, എത്രത്തോളം പ്രതിരോധ ശക്തിയുണ്ട്, ഏതെല്ലാം മേഖല കയറിയിട്ട് ആക്രമിക്കും, അതാണ് ഒരു പ്രധാനപ്പെട്ടത്. രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും എതിർ നിൽക്കുന്ന ശത്രുവിനെ ഇല്ലാതാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും അവർ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് രണ്ടാമതാണ് പ്രാധാന്യം നൽകിയത്. അതാണ് ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം ബ്രിട്ടനെയും കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം 10 രാജ്യത്തെ ആക്രമിച്ചു. അതൊക്കെ ചരിത്രത്തിൽ അപൂർവമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ സംഭവം ലോക ചരിത്രത്തിൽ ഇല്ല. ഇത് ആദ്യമായിട്ടാണ് എന്ന് പോലും പറയാൻ പറ്റുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, ചെതറപ്പെട്ട വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത ആളുകളുടെ കൈവശത്തിലേക്ക് വ്യത്യസ്ത രൂപത്തിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ ആയുധങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് അത് ഒരു വിഭാഗം ഇല്ലാതായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഖംനായി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 48ഓളം ഉന്നത സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ പ്രതിരോധ മന്ത്രിയുണ്ട്. പ്രതിരോധ മന്ത്രി ആ സമയത്ത് ഖംനായിയുടെ കൂടെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വെച്ചുള്ള മീറ്റിംഗ്, അവിടെ വളരെ പ്രധാനപ്പെട്ട യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള ഒരു മീറ്റിംഗാണ് അവിടെ കൂട്ടിയത്. എന്നാൽ ഈ 48 സൈനിക മേധാവികളും ബന്ധപ്പെട്ടവർ ഒരേ ബിൽഡിങ്ങിലല്ല, 3 ബിൽഡിങ്ങിലോ 3 ഭാഗങ്ങളിലായിട്ടോ ആണ് ഇവർ മീറ്റിംഗ് ചെയ്ത് രണ്ടിടത്ത് ഈ കോൺഫറൻസ് വെക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ഇവർ ഈ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇത് ഒറ്റ കൊടുത്തതാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട്. അതും മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഈ പരിപാടികൾക്ക് പോവുക അല്ലെങ്കിൽ ഇത്തരം മീറ്റിംഗ് നടത്തുക എന്നുള്ളത് ഖംനായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് പകൽ വെച്ചത്. 7 മണി 8 മണി ആ സമയത്താണ്, രാവിലത്തെ സുബൈ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന മീറ്റിംഗ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഈ വ്യത്യസ്ത തലങ്ങളിൽ 3 ഇടങ്ങളിൽ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടക്കുക എന്നുള്ളത് അവർക്ക് ഒറ്റ കൊടുത്തിട്ടുണ്ട് ഇറാനിൽ നിന്ന്. അത് സൈനികരിൽപ്പെട്ടവരാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് ആ ഏരിയയിൽ അവർ ബോംബിടുന്ന സമയത്ത് കംപ്ലീറ്റ് തകർക്കപ്പെടുന്ന രീതിയിലാണ്. 3 ബിൽഡിങ്ങിലാണെങ്കിൽ പോലും 6 ബിൽഡിങ്ങെങ്കിലും തകർന്നു പോയിട്ടുണ്ട്. അത് വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളാണ്. തകർന്ന് നിലം പൊത്തുന്ന രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് ആസൂത്രണം ചെയ്ത് വളരെ കൃത്യതയോടുകൂടി ചെയ്യപ്പെട്ടതാണ്, ഒറ്റുകൊടുത്ത് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ അതിൻ്റെ രോഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കീഴടങ്ങുന്നതിനേക്കാളും നല്ലത് അഭിമാനത്തോടു കൂടി മരിക്കുന്നതാണ് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷെഷ്കിയാൻ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞത് വളരെ പ്രസക്തമായിരിക്കുന്ന വാക്യമാണ്. ശത്രുവിന് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളത് മണ്ടത്തരമാണ്. അത് നമ്മുടെ പേർഷ്യൻ സാമ്രാജ്യത്തിന് പറയാത്തതാണ്. നമ്മൾ പോരാടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രഖ്യാപനം.